പൊന്നാനി മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചെറുവൈക്കര ശിവക്ഷേത്രത്തിൽ അഴിമതി ആരോപിച്ച് ട്രസ്റ്റ് ചെയർമാൻ രംഗത്ത്. ക്ഷേത്രം ജീവനക്കാരിയുടെ ഭർത്താവായ ബി.ജെ.പി. നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന അഴിമതി ചൂണ്ടിക്കാട്ടിയതിന് വധഭീഷണി ഉണ്ടായതായും ചെയർമാൻ സുധാകരൻ കൈപ്പട ആരോപിച്ചു. വഴിപാട് പണം ക്ഷേത്രത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കാതെ നേരിട്ട് ജീവനക്കാരുടെ അക്കൗണ്ടിലേക്കാണ് അയച്ചിരുന്നതെന്നും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ദേവസ്വത്തിന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തുവെന്ന് ചെയർമാൻ ആരോപിച്ചു. അഴിമതി നടന്നിട്ടും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ അത് മൂടിവെക്കാനുള്ള ശ്രമമാണ് ഉണ്ടായതെന്നും പിന്നീട് ചുമതല ഏറ്റെടുത്ത എക്സിക്യൂട്ടീവ് ഓഫീസർ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും സുധാകരൻ കൈപ്പട, മിനി, അമ്മൂട്ടി എന്നിവർ ആരോപിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഡിഗ്രേഡ് ക്ഷേത്രമാണ് ചെറുവൈക്കര ശിവക്ഷേത്രം. അതിൽ അവിടുത്തെ താൽക്കാലിക ക്ലർക്ക് നടത്തുന്ന ഒരു സാമ്പത്തിക ക്രമക്കേട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുണ്ടായി. അത് ഞാൻ അവിടുത്തെ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളെയും ദേവസ്വം ക്ഷേത്രത്തിൻ്റെ ആഘോഷ കമ്മിറ്റി അംഗങ്ങളെയും അറിയിച്ചപ്പോൾ അവരുടെ നിന്ന് തീരുമാനപ്രകാരം ഈ കുട്ടിയെ പുറത്താക്കണം, താൽക്കാലികമായിട്ട് പുറത്താക്കണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കുട്ടിയുടെ ഒരു മാസം ലീവിന് പോകാനും അതിനോട് അവരുടെ രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു നിർഭാഗ്യവശാൽ ചില ആളുകളെ രംഗപ്രവേശനം നടത്തുകയും എടുത്ത തീരുമാനം ഞാൻ ആ കുട്ടിയെ ഒരു മാസത്തേക്ക് മാറ്റിയെടുത്ത കുട്ടിയെ ഇവർ നിർബന്ധപൂർവ്വം തിരിച്ചെടുക്കുകയും എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും എനിക്കെതിരെ വധഭീഷണിയും ആയിട്ട് രംഗത്ത് വരികയുണ്ടായത്. ഞാൻ മലബാർ ദേവസ്വം ബോർഡിന് ഞാൻ 8/8/2020 രേഖാമൂലം പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ ഗുരുവായൂർ ഡിവിഷൻ ഇൻസ്പെക്ടർ അന്വേഷണം വരും. ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ ഒരു രേഖയും പോലും കൊടുക്കാതെ, ഒരു ചാവി പോലും കൊടുക്കാതെ തിരിച്ചയച്ചു. അടുത്ത ദിവസം അദ്ദേഹം ഡേറ്റ് പറഞ്ഞ് വന്നിട്ട് നോക്കുമ്പോൾ ഓഫീസിൽ ഒരു രേഖയും ദേവസ്വം ബോർഡ് ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ ഒരു രേഖയും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരു അടിച്ചു മാറ്റിയത്. പിന്നെ ആ രേഖ കൊടുത്തതിന്റെ പ്രകാരമാണ് തന്ന ലിസ്റ്റാണിത്. എനിക്ക് ഒരു മലബാർ ദേവസ്വം ബോർഡ് തന്ന റിപ്പോർട്ടാണിത്. ഇതിൽ ക്ഷേത്രത്തിലെ ക്ഷേത്ര വഴിപാടിൽ ക്രമക്കേട് നടത്തുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെയല്ല ഓഫീസിലുണ്ടായിരുന്ന രേഖകളൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കുട്ടിയെ അവിടെ നീക്കം ചെയ്യാൻ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ഇവരെ തയ്യാറായില്ല. തന്നെയല്ല ഇപ്പം എനിക്ക് പച്ചയ്ക്ക് കത്തിക്കും, കൈവെട്ടും, കാലുവെട്ടും എന്നുള്ള ഭീഷണിയൊക്കെ, കുടുംബസമേതം പച്ചയ്ക്ക് കത്തിക്കാനുള്ള ഭീഷണിയൊക്കെയാണ് നിലവിലുള്ളത്. അവിടെ ഈ അവസ്ഥ എനിക്ക് ജീവിക്കാൻ വലിയ പ്രയാസമുണ്ട്. അതിന് ഈ ഭീഷണിപ്പെടുത്തി വന്നിട്ടുള്ളത് കളരിക്കൽ ഷാജി എന്ന വ്യക്തിയാണ്. അയാളാണ് ഇത് നിൽക്കുന്നത്. അവിടെ പിന്നെ ഈ താൽക്കാലിക ക്ലർക്ക് എന്ന് പറഞ്ഞ കുട്ടി അവിടെ ഞാൻ തന്നെ നേരത്തെ ശുപാർശ ചെയ്തിട്ട് ജോലി ചെയ്ത കുട്ടിയാണ്. പക്ഷെ അവൾ ഈ ക്രമക്കേട് നടത്തുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇപ്പം അത് എനിക്ക് പറഞ്ഞാൽ നല്ല പുതിയ ആരോപണം കൊണ്ടിട്ട് അവർ രംഗത്ത് വന്നിട്ടുള്ളത്. പുതിയ ആരോപണം വെച്ചാൽ ഞാനാണ് അവിടെ ക്രമക്കേട് നടത്തുന്നത്, ഞാനാണ് അവിടുത്തെ വഴിപാട് ഇനത്തിൽ ക്രമക്കേട് നടത്താനുള്ള ആരോപണം വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ പത്രസമ്മേളനം വിളിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ അറിയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നടത്തിയ കള്ളന്മാരാണ് ഇപ്പോഴും അവരുടെ പ്രവർത്തിക്കുന്നത്. ഞാൻ കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും വ്യക്തിയെ ഉദ്ദേശിച്ചില്ല, അവരൊരു സംഘമായിട്ടാണ് എനിക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ട്. ഞാൻ അവിടെ മലബാർ ദേവസ്വം ബോർഡ് ചെയർമാനാണ്. ബറാസോന്റെ ശിവവാക ശിവക്ഷേത്രം ചെയർമാനാണ്. അത് നാട്ടുകാർ തെരഞ്ഞെടുത്തിട്ട് ചെയർമാനാക്കിയതാണ്. എന്റെ പേര് സുധാകരൻ കൈപ്പട. അത് ഞാൻ ഉൾപ്പെടുന്ന ട്രസ്റ്റ് ബോർഡിൽ 3 അംഗങ്ങളാണുള്ളത്. അതിൽ ഞാനാണ് ചെയർമാനാണ് അതിൽ അവസാന വാക്ക് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. പക്ഷെ എന്റെ സമ്മതം ഇല്ലാതെ, എന്റെ അനുവാദം ഇല്ലാതെ ഇവര് തിരിച്ചെടുക്കുകയാണ് കുട്ടി ചെയ്തത്. ഞാൻ സസ്പെൻഡ് ചെയ്ത് കുട്ടി താൽക്കാലിക ജോലിയിൽ മാറിയിട്ടാണ്. ഈ ക്രമക്കേട് കണ്ടുപിടിച്ചിട്ട് അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുട്ടിയോട് ഒരു മാസം മാറിയിട്ടാൻ പറഞ്ഞത്. ഒരു മെഡിക്കൽ ലീവിൽ പോകാനാണ് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത്. അത് ചെയ്യാതെ അത് ഞാൻ വിട്ടപ്പോഴും 3-ാം ദിവസം അവർ തിരിച്ചെടുത്തു. അങ്ങനെയില്ലാന്നാണ് പറയുന്നത്. പക്ഷെ അല്ലെങ്കിൽ തന്നെ ഈ കുട്ടി താൽക്കാലിക ജീവനക്കാരിയാണ്, സ്ഥിരപ്പെടുത്തിയ ഒരു ജീവനക്കാരി ഉണ്ടായിരുന്നു അവിടെ. മലബാർ ദേവസ്വം ബോർഡ് സ്ഥിരപ്പെടുത്തിയ കുട്ടിയാണ് മിനി എന്നൊരു കുട്ടി. അവിടെ അടിച്ചെടുക്കില്ല. ആ കുട്ടിയെ CIT യൂണിയനിൽ ചേർന്നതിന്റെ പേരിൽ മാത്രം അവിടുന്ന് പിരിച്ചുവിട്ട ക്ഷേത്രമാണിത്. ഇത് അവിടുത്തെ ക്ഷേത്ര പരിസരത്തുള്ള കക്ഷിയാണ്, നാട്ടുകാരിയാണ്. ഈ കുട്ടിയും നാട്ടുകാരിയാണ്. ഇപ്പൊ ഈ പിരിച്ചുവിട്ട അടിച്ചുകളി എന്ന് പറഞ്ഞ ആ ജോലി ചെയ്തിരുന്ന കുട്ടിയാണ്. ഈ കുട്ടി ആ യൂണിയനിൽ ചേർന്നതിന്റെ പേരിൽ മാത്രം പിരിച്ചുവിട്ടാണ്. സ്ഥിരം ജീവനക്കാരിയായിരുന്നു. അവര് ഈ ക്ഷേത്രത്തില് ഒന്നാമത്തെ ചെയ്യുന്നത് ഇവരുടെ മൊബൈലിൽ കൂടെ, ഇവരുടെ GPay അക്കൗണ്ടിൽ കൂടെയാണ് പണം വരുന്നത്.
അതിന് ഞാൻ BSNL സിം എടുത്ത് കൊടുത്തായിരുന്നു. QR കോഡ് ധനലക്ഷ്മി ബാങ്കിന്റെ QR കോഡ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിക്കണില്ല. പിന്നെ BSNL സിം കാർഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിച്ചിരുന്നില്ല. അവരെ അക്കൗണ്ടിൽ കൂടി തന്നെയാണ് ഈ വഴിപാട് പണം വന്നിരുന്നത്. അവരെ മൊബൈൽ കൂടി തന്നെയാണ് ഈ ഇതിലേക്ക് എന്തിന് അത് കൊടുക്കുക. അവരിപ്പോ നിങ്ങളൊരു വഴിപാട് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് ഒരു ലൈക്ക് ആയിരിക്കും. നിങ്ങളൊരു വഴിപാട് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന ഒരു ലൈക്ക് ആയിരിക്കും. ഫോണിലൂടെ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് തരേണ്ടത് വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബില്ലടിച്ച് തന്നെ ഇത് കൊടുക്കണ്ടേ, രസീത് കൊടുക്കണ്ടേ, അതിനൊരു ലൈക്കാണ് ഇവിടെ സാധനം കൊടുക്കാറ്. പരാതി എന്നോട് പലരും പരാതി പറയുന്നു. അപ്പൊ അവിടെ പേര് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ സംശയം തോന്നുന്നു. എന്നോട് പലരും പരാതി പറഞ്ഞു. ഞങ്ങള് ഒരു പിന്നെ അഖണ്ഡനാമത്തിന് വഴിപാട് കൊടുത്തിട്ട് 300 രൂപ മറ്റോ വഴിപാട് കൊടുത്തിട്ട് അതിന് എനിക്ക് ഒരു ലൈക്കാണ് കിട്ടിയത്. എനിക്ക് അതിന്റെ ഞാൻ കൊടുത്ത ബേസിക്കലി റെസിപ്റ്റ് എന്താന്ന് ഒരാൾ പരാതി പറഞ്ഞു. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അത് ഈ ജൂൺ മാസം 2025 ജൂൺ മാസം. ഈ 2000 ജൂൺ മാസത്തിൽ തൊട്ട് മുമ്പാണ് പിന്നെ അവിടെ വഴിപാട് കണക്ക് നടക്കുന്നത് എന്റെ ശ്രദ്ധപ്പെട്ടത്. അപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ അമ്മ തന്നെയാണ് ഞാൻ തൊഴുതിറങ്ങുമ്പോൾ, ക്ഷേത്രത്തിൽ ഞാൻ തൊഴുതിറങ്ങുമ്പോൾ ഈ അമ്മ ഈ വെളിച്ചെണ്ണ ഒരു കോടത്തിലുള്ള വെളിച്ചെണ്ണ എണ്ണയാണ്, ആ എണ്ണയുടെ ഉള്ളിൽ കയറുണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് റെസിപ്റ്റ് കണ്ടില്ല. ഞാൻ ചോദിച്ചു അവിടെ റെസിപ്റ്റ് ചോദിച്ചപ്പോൾ പൈസ വാങ്ങി അവിടെ കൊടുക്കുന്നുണ്ട്, പിന്നെ എണ്ണ എനിക്ക് തരുന്നുണ്ട്, ബില്ല് തരാറില്ല എന്നാണ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ അവിടെ ഒരു ചേച്ചിയുണ്ട്. ഇല്ല, അത് വേണമെങ്കിൽ വെച്ചാൽ മതി, വേണ്ടെങ്കിൽ വെക്കണ്ട. അവിടെ ആ പാത്രത്തിൽ എണ്ണ വെച്ചാൽ മതി, അത് അധികം ചോദിച്ചോളുന്നില്ല. അപ്പൊ ഞാൻ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു, അവിടെ പ്രമുഖ ചേച്ചി, വീട്ടിലെ ചേച്ചിയാണ്. ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, അവരിതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചു, സുധാകരൻ ഞാൻ എണ്ണ വാങ്ങണേ പൈസ കൊടുക്കാതെ എണ്ണ വാങ്ങാറില്ല, ഞാൻ പൈസ കൊടുത്താണ് എണ്ണ വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ക്ഷേത്രത്തിന് ഈ ഓഫീസിന്റെ അടുത്താണ് എണ്ണ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ജൂൺ 4 പ്രതിഷ്ഠ അതിനാണ്. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഓരോ മാസം എത്ര എണ്ണ വന്നുള്ള ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ഒരു കുട്ടിയുടെ സഹായത്തോടെ തന്നെ കമ്പ്യൂട്ടറിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പരമാവധി ദിവസം ഇപ്പോൾ തന്ന റിപ്പോർട്ടുമാണ്. അപ്പോൾ ഈ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, സുധാകരൻ ഒരു മാസം 10-25 എണ്ണ വഴിപാട് ഞാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്, ഞാൻ പൈസ കൊടുക്കാതെ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ ഈ ചേച്ചിയുടെ വഴിപാട് 15 മാസത്തേക്ക്, ഒരു മാസം 20 എണ്ണത്തിൽ മുകളിൽ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ ചേച്ചിയുടെ വഴിപാട് 15 മാസത്തേക്ക് വെറും 17 എണ്ണമാണ്. ട്രാൻസാക്ഷൻ അവർ ഡയറക്റ്റ് കേസ് കൊടുക്കണം, പക്ഷെ അതിന് റെസീപ്റ്റ് കൊടുക്കണില്ല. അതിന് രസീത് കൊടുത്തെങ്കിലല്ലേ അവരുടെ ക്ഷേത്രത്തിലേക്ക് വരുമാനം വരുള്ളൂ. ആ രസീത് കൊടുത്തെങ്കിൽ ഈ കമ്പ്യൂട്ടറിൽ പ്രിന്റ് കാണുമല്ലോ, അതിന് കോപ്പി കാണുമല്ലോ, രേഖ കാണുമല്ലോ. ഞാൻ 15 മാസത്തെ കോപ്പി ഞാൻ അതിന് ഡൗൺലോഡ് ചെയ്തെടുത്തപ്പോൾ വെറും 104 എണ്ണ വഴിപാടാണ് വന്നിട്ടുള്ളത്. 104 എണ്ണം. ഒരു മാസം 50-ന് മേലെ 60-ന് ഇടയ്ക്ക് വരേണ്ട വഴിപാടാണത്. അതിൽ വേറൊരു വലിയ വിരോധാഭാസം പറഞ്ഞാൽ പിന്നെ പ്രധാന വിശേഷ ദിവസങ്ങളുണ്ട്. ആ വിശേഷ ദിവസങ്ങളിൽ പോലും ഇപ്പം ഈ കഴിഞ്ഞ ജൂൺ 4-ന് പ്രതിഷ്ഠാദിനായിരുന്നു. ആ പ്രതിഷ്ഠാദിന് പോലും ഒറ്റ എണ്ണ വഴിപാടില്ല. ഈ ശിവരാത്രിക്ക് ഒരു എണ്ണ വഴിപാടായിട്ട് വന്നിട്ടുള്ളത്. ഒരെണ്ണ വന്നാൽ പോരാ, ഒത്തിരി കാണണം. പക്ഷെ അത്രയും കുറച്ചാണ് അവർ രേഖപ്പെടുത്തുന്നത്. എല്ലാ വഴിപാടും രസീത് കൊടുത്തിട്ട് നമ്മൾ പൈസ വഴിപാട് ചെയ്യുമ്പോൾ രസീത് വാങ്ങിയിട്ട് പൈസ കൊടുക്കാൻ പാടുന്ന നമ്മൾ നിർബന്ധപുരം വെച്ചിട്ടുള്ള വ്യവസ്ഥ ചെയ്യണത്. പക്ഷെ പലർക്കും അത് ഇവരെ പ്രത്യേകിച്ച് എണ്ണ വഴിപാടിലാണ് ഇവര് ചെയർമാനാണ്. ഞാൻ ഇത് അറിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ ഗൂഗിൾ പേ നമ്പർ സിമ്പിൾ പരിപാടിയാണല്ലോ ഇതൊക്കെ. ആജീവനാന്ത കാലം നിലനിൽക്കുന്ന തെളിവും കൂടിയാണല്ലോ. എത്ര പണം പോയിട്ടുണ്ടാവും, എങ്ങനെ പോയിട്ടുണ്ടാവും, ആര് പരാതിക്കാരായിട്ടുള്ള സ്ത്രീ പറഞ്ഞ QR കോഡില് വരുന്നത് അല്ലെങ്കിൽ ലൈക്ക് മാത്രം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന നമ്പറിൽ ഇവർക്ക് എന്ന് പണം പോയി എന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാവില്ലേ, അങ്ങനെ നോക്കിയിരുന്നോ? ഞാൻ 1-2 ആൾക്കാരെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ ആ ദിവസത്തെ അവരുടെ പേരിൽ റെസീറ്റ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. തന്നെയല്ല, ഞാൻ ഈ ആരോപണം കണ്ടുപിടിച്ചപ്പോൾ അവിടുത്തെ ഈ ആഘോഷ കമ്മിറ്റിയിലെ ഒരു അംഗത്തിന് ഈ പ്രസിഡന്റിന്റെ വീട്ടിൽ ഞങ്ങൾ യോഗം ചേർന്നായിരുന്നു. പ്രസിഡന്റും വേറെ 2 പേരും ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ 4 പേര് പ്രസിഡന്റിന്റെ വീട്ടിൽ യോഗം ചേർന്നു. ആഘോഷ കമ്മിറ്റി ട്രസ്റ്റി ബോർഡാണ് അവിടുത്തെ പരമാധികാരം. അതാണ് അവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട തീരുമാനിക്കുക ട്രസ്റ്റി ബോർഡാണ്. അതില് പിന്നെ അതില് ചെയർമാനാണ് ഞാൻ. വീട് ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ. മറ്റൊരു 3 പേര് 2 പേരും അവിടെ പരിസരത്തുള്ളവരെ തന്നെയാണ്. ഒന്ന് PT രാജേഷ് എന്ന് പറയും, ഒന്ന് പിന്നെ ബാബു എന്നാണ് പറയപ്പെടുക.
ഉണ്ണിക്കുട്ടൻ രാജേഷ് ബാബു ഉണ്ണിക്കുട്ടൻ. ഈ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന ദേവസ്വം ബോർഡ് അല്ല, ഇത് നമ്മളുടെ വരുമാനം അതാത് ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതാത് ആഴ്ചകളിൽ ട്രഷറിയിൽ ബാങ്കിൽ അടയ്ക്കണം. പക്ഷെ ഇത് വർഷങ്ങളായിട്ട് എനിക്ക് മുന്നേ ഇല്ല, എനിക്ക് എപ്പോഴും ഇല്ല, സ്ഥിരം ഇപ്പൊ അടച്ചു തുടങ്ങുന്നുണ്ട്. പക്ഷെ അടയ്ക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല, ഒരു അടച്ചിരുന്നില്ല. ഞാനത് ശ്രമിച്ച് നടക്കണില്ല. എനിക്കവിടെ ഭൂരിപക്ഷം എനിക്ക് നടപ്പാക്കാൻ കഴിയുന്നില്ല. എന്റെ തീരുമാനത്തോടെ വോയിസ് ഇല്ല, ട്രസ്റ്റ് ഭൂരിപക്ഷം ഇല്ല. തന്നെയല്ല ഇവര് വെച്ച ഈ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ തന്നെയാണ് ഈ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷന് മുമ്പിൽ ഇത് പോലും പറഞ്ഞിട്ടുണ്ട്. സുധാകരേട്ടൻ നിയമപരമായിട്ടുള്ള ഒരു ചെയർമാനാണ്, കാര്യങ്ങൾ നോക്കുക മുൻ ചെയർമാനാണ്, പിന്നെ ഞങ്ങളൊക്കെ എല്ലാം കൂടെ സഹായിക്കും എന്നുള്ള നിലപാടായിരുന്നു അവർക്ക്. അപ്പൊ ഒരു ബിനാമിയാവാൻ എനിക്ക് തയ്യാറില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിന്ന് മാറി കാര്യം തീരുമാനിച്ചത്. ഞാൻ രാജിവെക്കുകയാണെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ഇല്ല, രാജിവെക്കാൻ പറ്റിയില്ല. രാജിവെക്കാൻ ഞാൻ കമ്മീഷനോട് പറഞ്ഞപ്പോൾ കമ്മീഷണർ പറഞ്ഞു, നിങ്ങൾ രാജിവെച്ച് പോയാൽ ഈ തെളിവുകളൊന്നും ഹാജരാക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ രാജിവെക്കില്ലേ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി. രാജിവെക്കാൻ സമ്മതിച്ചില്ല. ആ കമ്മീഷണർ എല്ലാ സപ്പോർട്ടും എനിക്ക് ഉണ്ടായിരുന്നു.